ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് 2025 പുറത്തിറങ്ങിയ തെലുങ്ക് വെബ് സീരീസ് ആയ ദേവികയും ഡാനിയും എന്നതിന്റെ കഥയാണ്. കഥയുടെ തുടക്കത്തിൽ കൻഹ എന്ന ഗുണ്ട അജിയെ ക്രൂരമായി മർദ്ദിക്കുകയും നീ എങ്ങനെ നിന്റെ അളിയനായ ദുർഗാബായിയെ ചതിച്ചു, സത്യം പറ, ഡാനി എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. എന്നാൽ അജയ് ഒന്നും പറയുന്നില്ല. ഇത് കേട്ട് കൻഹ ദേഷ്യത്തിൽ അജയെ കൂടുതൽ അടിക്കുന്നു. മറുഭാഗത്ത് മനോഹരമായ ഒരു ഗ്രാമത്തിലെ സുന്ദരിയായ സ്കൂൾ ടീച്ചറായ ദേവികയുടെ വീട് നമ്മൾ കാണുന്നു. ദേവികയുടെ അച്ഛൻ നന്ദൻ റെയിൽവേയിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹം ഇന്ന് വളരെ സന്തോഷവാനാണ്. കാരണം ഈ മാസം 22-ന് ദേവികയുടെ വിവാഹ നിശ്ചയം നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് അദ്ദേഹം എല്ലാവരെയും വിളിച്ച് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അദ്ദേഹം തന്റെ സഹോദരിയോട് പറയുന്നുണ്ട്, ജഗൻ വളരെ നല്ല പയ്യനാണ്, പക്ഷെ കല്യാണത്തിന് മുമ്പ് ഒരു പ്രീ വെഡിങ് ഷൂട്ട് വേണമെന്ന് വിചിത്രമായ ഒരു ആവശ്യം അവൻ മുന്നോട്ട് വെച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ നന്ദന്റെ ഫോൺ വിളികൾ അവസാനിക്കുന്നേയില്ല. അടുക്കളയിൽ ദേവികയുടെ അമ്മ അവളോട് ചോദിക്കുന്നു, മോളെ, നിനക്ക് പയ്യനെ ഇഷ്ടപ്പെട്ടോ? ജഗൻ കാണാൻ നല്ല ഭംഗിയുള്ളവനും നല്ല വരുമാനമുള്ളവനുമാണ്. ദേവിക അമ്മയുടെ അഭിപ്രായത്തോട് യോജിക്കുന്നു. വിവാഹ നിശ്ചയത്തിനായി സ്കൂളിൽ നിന്ന് 6 ദിവസത്തെ അവധി എടുക്കണമെന്ന് അച്ഛൻ പറയുമ്പോഴും അവൾ സമ്മതിക്കുന്നു. അതെ, ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട ദേവിക. വളരെ നിഷ്കളങ്കവും ലളിതവുമായ ഒരു പെൺകുട്ടി. അവൾ ദിവസവും വീട്ടിൽ നിന്ന് സ്കൂളിലേക്കും സ്കൂളിൽ നിന്ന് വീട്ടിലേക്കും യാത്ര ചെയ്യുന്നു. അവളുടെ ജീവിതത്തിലെ ഏക ആവേശം സംഗീതമാണ്. കാരണം ദേവിക ഒരു സംഗീത ടീച്ചറാണ്. അവൾ വളരെ ദയയുള്ളവളുമാണ്. ഒരു ദിവസം അവളുടെ ഒരു വിദ്യാർത്ഥി ഉച്ചഭക്ഷണം കൊണ്ടുവരാൻ മറന്നപ്പോൾ ദേവിക തന്റെ ഭക്ഷണം അവൾക്ക് നൽകുന്നു. ഇത് കണ്ട ദേവികയുടെ ഉറ്റ സുഹൃത്ത് ആനി പറയുന്നു, ദേവിക, നിന്റെ ഹൃദയം തനി തങ്കമാണ്. നീ ഒരു രാജകുമാരനെ അർഹിക്കുന്നു. പക്ഷെ നീ ഒരു കിണറ്റിലെ തവളയല്ലേ വിവാഹം കഴിക്കാൻ തയ്യാറെടുക്കുന്നത്? നിന്റെ കുടുംബം ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രമാണിത്. ജഗൻ വളരെ പഴയ ചിന്താഗതിയുള്ള ആളാണ്. നിനക്ക് അവനോടൊപ്പം സന്തോഷമായി ജീവിക്കാൻ കഴിയില്ല. ഇത് കേട്ട ദേവികയ്ക്ക് ആനിയുടെ വാക്കുകൾ ശരിയാണെന്ന് തോന്നി തുടങ്ങുന്നു. അച്ഛന്റെ ഇഷ്ടത്തിന് എതിരെ നിൽക്കാൻ അവൾക്ക് തോന്നുന്നുണ്ടെങ്കിലും അവൾക്ക് അതിന് ആഗ്രഹമില്ല. അച്ഛൻ തീവണ്ടിയുടെ എഞ്ചിൻ പോലെയും ദേവിക അതിന് പിന്നാലെ പോകുന്ന ബോഗി പോലെയും ആയിരുന്നു. ഒരു ദിവസം ദേവിക സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ബസ്സിൽ വെച്ച ഒരു വൃദ്ധയെ കാണുന്നു. അവർ ചോദിക്കുന്നുണ്ട്, മോളെ, നീ പണ്ഡിറ്റ് യോഗിനന്ദന്റെ പേരക്കുട്ടിയാണോ? ദേവിക അതെ എന്ന് പറയുന്നു. അപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, അദ്ദേഹം വളരെ സിദ്ധിയുള്ള മനുഷ്യനാണ്. പണ്ട് ഞങ്ങളുടെ കുടുംബത്തെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ദേവിക പറയുന്നുണ്ട്, അദ്ദേഹം പണ്ഡിറ്റിന്റെ ജോലിയൊക്കെ ഉപേക്ഷിച്ചു. ഇപ്പോൾ പ്രായമായതിനാൽ ശിവന്റെ രുദ്രാഭിഷേകത്തിനായി കാളി ഭാഗത്തേക്ക് പോയിരിക്കുകയാണ്. തുടർന്ന് നമ്മൾ പണ്ഡിറ്റ് യോഗിനന്ദനെ കാണുന്നു. അദ്ദേഹം ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യുന്നു. അദ്ദേഹത്തിന് ചില പ്രത്യേക കഴിവുകളുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നു. മരിച്ചവരുടെ ആത്മാക്കളെ കാണാൻ അദ്ദേഹത്തിന് കഴിയും. അദ്ദേഹം ആ ആത്മാക്കളെ ശകാരിച്ച് ക്ഷേത്രത്തിന്റെ വാതിലിൽ നിന്ന് ഓടിക്കുന്നു. എന്നിട്ട് അദ്ദേഹം മകൻ നന്ദനെ വിളിച്ചു പറയുന്നു, ഞാൻ വരാൻ വൈകും, പക്ഷെ നീ ദേവികയുടെ വിവാഹ നിശ്ചയം മുടക്കരുത്. ഞാൻ വരുമ്പോൾ ആ വിഗ്രഹം വാതിൽപ്പടിയിൽ വെക്കാൻ മറക്കരുത്. സീൻ വിവാഹ നിശ്ചയ ദിവസത്തിലേക്ക് മാറുന്നു. നന്ദൻ തന്റെ വീട് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. അപ്പോൾ ജഗന്റെ ഫോൺ വരുന്നു. ഞാൻ ഗ്രാമത്തിൽ നിന്ന് 10 മിനിറ്റ് ദൂരെയുണ്ട്. 5 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തി ഞങ്ങളെ സ്വാഗതം ചെയ്യണം, അല്ല എങ്കിൽ നിശ്ചയം നടക്കില്ല. ഇത് കേട്ട് നന്ദൻ ഭയന്നു പോകുന്നു. അദ്ദേഹം വേഗം ബൈക്ക് എടുത്ത് ജഗന്റെ അടുത്തേക്ക് എത്തുന്നു. എന്നാൽ ജഗൻ അഹങ്കാരത്തോടെ കാറ് ചൂണ്ടി പറയുന്നു, ഇതിനകം 7 മിനിറ്റായി, വണ്ടി തിരികെ. നന്ദൻ തന്റെ തെറ്റ് സമ്മതിക്കുകയും ക്ഷമാപണം നടത്തുകയും ചെയ്യുന്നു. ഇനി ഒരു പരാതിക്കും അവസരം തരില്ല എന്ന് ഉറപ്പു നൽകിയപ്പോൾ ജഗൻ സമ്മതിക്കുന്നു. കാറിലിരുന്ന് അവൻ ചിരിക്കുകയാണ്. വയസ്സിനെ പേടിപ്പിച്ചത് രസമായി. ദേവികയുടെ വീട്ടിലെത്തിയപ്പോൾ ജഗൻ തനിക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ലെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നു. എന്നാൽ ദേവികയെ കണ്ടയുടൻ അവൻ എല്ലാം മറക്കുന്നു. ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ മുന്നിൽ എനിക്ക് ലോകം മുഴുവൻ മറക്കാൻ കഴിയും എന്നവൻ പറയുന്നു. എന്നാൽ ദേവികയുമായി ഒരു പുരുഷൻ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നത് കണ്ട് അവൻ ദേഷ്യപ്പെടുന്നു. ഇതാരാണ് എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അത് ദേവികയുടെ സ്കൂളിലെ PT ടീച്ചറാണെന്ന് നന്ദൻ പറയുന്നു. ജഗൻ ആ PT ടീച്ചറുടെ അടുത്തേക്ക് പോയി പറയുന്നു, നമ്മൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്, വിദേശ സംസ്കാരം ഇവിടെ കൊണ്ടുവരണ്ട. നിങ്ങൾ വിവാഹിതനല്ലേ? ആരെങ്കിലും നിങ്ങളുടെ ഭാര്യയുടെ കഴുത്തിൽ ചുംബിച്ച് ഹായ് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയുണ്ടാവും? ഇനി മുതൽ കൈ കൂപ്പി നമസ്തേ പറഞ്ഞാൽ മതി, ഷെയ്ക്ക് ഹാൻഡ് വേണ്ട. അല്ലെങ്കിൽ ഞാൻ സംഭാഷണം അവസാനിപ്പിക്കുന്നത് നിങ്ങളുടെ ഭാര്യയുടെ കവിളിൽ ചുംബിച്ച ശേഷമായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജഗൻ ഭായ്. ഇതിനുശേഷം ദേവികയുടെയും ജഗന്റെയും വിവാഹ നിശ്ചയം സന്തോഷത്തോടെ നടക്കുന്നു. വിവാഹ തീയതിയും അന്ന് തന്നെ ഉറപ്പിക്കുന്നു. 3 മാസത്തിന് ശേഷം ഡിസംബർ 18-ന്. എല്ലാം കഴിഞ്ഞ് ജഗൻ പോകുമ്പോൾ അവൻ കണ്ണട മാറ്റി ദേവികയെ നോക്കി കണ്ണിറക്കുന്നു. ഇത് ദേവികയ്ക്ക് വളരെ അരോചകമായി തോന്നുന്നു. അവൾ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇന്ന് എന്റെ വിവാഹ തീയതി ഉറപ്പിച്ചു. നിയമപരമായി ഞാൻ സന്തോഷവതിയായിരിക്കണം. പക്ഷെ എന്തുകൊണ്ടാണ് എന്റെ മനസ്സിൽ ഈ വിചിത്രമായ ദുഃഖം? പിറ്റേന്ന് പണ്ഡിറ്റ് ദേവികയുടെ വീട്ടിലേക്ക് ഓടി വന്ന് പറയുന്നു, ഞാൻ കഴിഞ്ഞ രാത്രി ദേവികയുടെ ജാതകം ശരിക്കും നോക്കി. അതിൽ എഴുതിയിരിക്കുന്നത് അടുത്ത 3 മാസത്തിനുള്ളിൽ ദേവികയ്ക്ക് മറ്റൊരാളുമായി പ്രണയബന്ധം ഉണ്ടാകുമെന്നാണ്. ഈ സമയത്ത് നിങ്ങൾ അവളെ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ നന്ദൻ പറയുന്നു, പണ്ഡിറ്റ് ജി, ദേവികയുടെ സമ്മതത്തോടെയാണ് ഞാൻ അവളുടെ വിവാഹം ഉറപ്പിച്ചത്. അവൾ എന്തിനു മറ്റൊരാളിലേക്ക് ആകർഷിക്കപ്പെടണം? പണ്ഡിറ്റിന്റെ മകളും ദേവികയുടെ കൂട്ടുകാരിയുമായ രാജി ഈ കാര്യം ദേവികയോട് പറയും. ദേവിക പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ ആരുമായും ഡേറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ എന്റെ കല്യാണം ഉറപ്പിച്ച സ്ഥിതിക്ക് ഞാൻ എങ്ങനെ മറ്റൊരാളുമായി ബന്ധപ്പെടാനാണ്? എന്റെ ആഗ്രഹം കൊണ്ട് കാര്യമുണ്ടോ? ഇപ്പോൾ മഴ പെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ പെയ്യുമോ? ഇല്ലല്ലോ.
പക്ഷെ അത്ഭുതമെന്നോണം കുറച്ചു സമയത്തിന് ശേഷം ശരിക്കും മഴ പെയ്യുന്നു. അവളുടെ കയ്യിൽ കുടയില്ലായിരുന്നു, അതിനാൽ അവൾ ബസ് പിടിക്കാൻ ഓടുന്നു. പക്ഷെ ബസ് മുന്നോട്ട് പോകുന്നുണ്ട്. ബസ് ഒന്ന് പിന്നോട്ട് വന്നിരുന്നെങ്കിൽ. അത്ഭുതം എന്ന് പറയട്ടെ, ബസ് ശരിക്കും പിന്നോട്ട് വരുന്നു. ദേവിക സ്കൂളിനടുത്ത് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അവൾ പറയുന്നു, ഞാൻ കുട കൊണ്ടുവന്നില്ല, ഒരു കുട ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ കണ്ടക്ടർ വന്ന് പറയുന്നു, മാഡം, നിങ്ങളുടെ സ്കൂളിലെ ഒരു കുട്ടി ബസ്സിൽ കുട മറന്നു വെച്ചിരിക്കുന്നു, ഇതെടുത്ത് അവന് തിരികെ കൊടുത്തോളൂ. അപ്പോൾ രാജി പറയുന്നുണ്ട്, ചേച്ചി, ഇന്ന് ദൈവം നിന്നോട് വളരെ ദയ കാണിക്കുന്നുണ്ട്, നീ പറയുന്നെല്ലാം നടക്കുന്നുണ്ടല്ലോ, ഇനി അങ്ങനെയൊന്നും ആഗ്രഹിക്കല്ലേ. ദേവിക ചിരിച്ചുകൊണ്ട് പറയുന്നു, ഇങ്ങനെയാണെങ്കിൽ നിന്റെ അച്ഛന്റെ പ്രവചനം സത്യമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു രാജകുമാരൻ വന്ന് എന്നെ ഈ വിരസമായ ജീവിതത്തിൽ നിന്നൊന്ന് കൊണ്ടുപോട്ടെ. ഇതിനുശേഷം ദേവിക സ്കൂളിന്റെ പ്രധാന ഗേറ്റിന് മുന്നിലെത്തുമ്പോൾ ഡാനി എന്നൊരു പയ്യൻ പിന്നിൽ നിന്ന് വിളിച്ചു പറയുന്നു, മാഡം, ഞാൻ ഡാനി. ഞാൻ പണ്ട് ഈ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. എന്റെ അമ്മ ഇവിടുത്തെ സംഗീത ടീച്ചറായിരുന്നു. ഞാൻ ഹൈദരാബാദിലാണ് ജോലി ചെയ്യുന്നത്. അവധിക്കാലത്ത് ഗ്രാമത്തിൽ വന്നപ്പോൾ പഴയ ഓർമ്മകൾ പുതുക്കാനായി സ്കൂളിലേക്ക് വന്നതാണ്. അപ്പോഴാണ് അറിഞ്ഞത് ഇപ്പോഴത്തെ സംഗീത ടീച്ചർ നിങ്ങളാണെന്ന്. കുട്ടികൾ നിങ്ങളെക്കുറിച്ച് ഒരുപാട് നല്ലത് പറഞ്ഞു, അതുകൊണ്ടൊന്ന് കാണണമെന്ന് തോന്നി. ശരി, ഞാൻ പോകുന്നു. മറ്റു ടീച്ചർമാരെയും കാണാനുണ്ട്. ദേവിക്ക് അധികമൊന്നും പറയാൻ കഴിയുന്നില്ല. പക്ഷെ അവൾക്ക് ഡാനിയെ വളരെ ഇഷ്ടപ്പെടുന്നു. മറ്റൊരു വശത്ത് തന്റെ സഹോദരനെ ഇത്രയധികം മർദ്ദിച്ചത് കണ്ട് അജയുടെ സഹോദരി കൻഹയെയും അവന്റെ ഗുണ്ടകളെയും ഒരുപാട് ശകാരിക്കുന്നു. എന്റെ സഹോദരനെ തൊടാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നോ? എന്റെ ഭർത്താവ് പോലും എന്നെ കേൾക്കുന്നില്ല. ഇനി ശ്രദ്ധിച്ചു കേട്ടുള്ളൂ, മറ്റാരെങ്കിലും എന്റെ സഹോദരനെ കൊന്നാൽ എന്നേക്കാൾ മോശമായ ആരും ഉണ്ടാവില്ല. അപ്പോൾ അജയ് പറയുന്നു, ചേച്ചി, ഞാൻ സത്യമാണ് പറയുന്നത്. എനിക്ക് ഡാനിയെ കുറിച്ച് ശരിക്കും അറിയില്ല. ഞാൻ അവനെ എന്റെ ഉറ്റ സുഹൃത്തായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷെ അവൻ എന്നെ വല്ലാതെ ചതിച്ചു. അതുമൂലം ഞാൻ അളിയന്റെ കണ്ണിലെ ഒരു രാജ്യദ്രോഹിയായി. അവനെ കിട്ടിയാൽ ഞാൻ അവന്റെ എല്ലും വാരിയെല്ലാം തകർക്കും. ഇവിടെ ദേവിക ക്ലാസ് മുറിയിലായിരിക്കുമ്പോൾ അവളുടെ മധുരമായ ശബ്ദം കേട്ട് ഡാനിയും അങ്ങോട്ട് ആകർഷിക്കപ്പെടുന്നു. അവൻ കുറച്ചു നേരം ദേവികയുടെ പാട്ടുകൾ കേട്ട് അവിടെ നിന്ന് പോകുന്നു. പിറ്റേന്ന് ദേവിക സ്കൂളിലേക്ക് പോകുമ്പോൾ അവളുടെ മനസ്സിൽ ഡാനിയുടെ ചിന്തകൾ വരുന്നു. അവൾ വിചാരിക്കുകയാണ്, അവൻ ശരിക്കും വളരെ ക്യൂട്ടായിരുന്നു, അവനെ വീണ്ടും കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അപ്പോൾ എന്താണ്, ഡാനി ഒരു പിക്കപ്പ് വാനിൽ അവിടെ വരുന്നു. അവൻ സ്കൂളിലെ കുട്ടികൾക്ക് പഴം ദാനം ചെയ്യാൻ പോവുകയായിരുന്നു. ബസ്സിലിരിക്കുന്ന ദേവികയെ കണ്ടപ്പോൾ അവൻ ഹായ് പറയുന്നു. ആളുകളുടെ മുൻപിൽ വെച്ച് ഇത്ര സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കുന്നത് കണ്ട് ദേവിക ഭയപ്പെടുന്നു. സ്കൂളിലെത്തിയപ്പോൾ അവൾ ഡാനിയോട് പറയുന്നുണ്ട്, സ്കൂളിൽ വെച്ച് സംസാരിക്കുന്നത് വേറെ കാര്യമാണ്, പുറത്ത് നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിയില്ല. അപ്പോൾ ഡാനി ഫ്ലേർട്ട് ചെയ്യാൻ തുടങ്ങുന്നു. നിങ്ങളുടെ പാട്ട് കേട്ടത് മുതൽ നിങ്ങൾ എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് ഓവർ എക്സൈറ്റഡ് ആയി ഉറക്കെ സംസാരിച്ചത്. ക്ഷമിക്കണം. എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. നിങ്ങൾ വളരെ ക്യൂട്ടാണ്. ഇന്ന് വൈകുന്നേരം എന്റെ കൂടെ കോഫിക്ക് വരാമോ? ഡാനി അത്ര സ്നേഹത്തോടെ ചോദിച്ചപ്പോൾ ദേവികയ്ക്ക് നിരസിക്കാൻ കഴിഞ്ഞില്ല. സ്കൂളിൽ അവൾ എപ്പോൾ സ്കൂൾ വിടുമെന്നും എപ്പോൾ ഡാനിയെ കാണാൻ കഴിയുമെന്നും അറിയാൻ ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ടേയിരിക്കുന്നു. അവൾ കോഫിക്ക് പോയില്ലെങ്കിലും അവൾ ഡാനിയെ രഹസ്യമായി കാണുന്നത് തുടർന്നു. ദേവിക ഡാനിയിൽ വളരെയധികം അട്രാക്റ്റഡ് ആയി. അവൾക്ക് അന്ന് സ്കൂൾ അവധിയാണെന്ന് പോലും ഓർമ്മയില്ലായിരുന്നു. അവൾ സ്കൂളിലേക്ക് പുറപ്പെട്ടു. ബസ്സിൽ വെച്ച് ഡാനിയെ കണ്ടുമുട്ടി. അന്ന് സ്കൂൾ അവധിയാണെന്ന് ഓർത്തപ്പോൾ അവൾ ഡാനിയോടൊപ്പം സമയം ചെലവഴിക്കാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി. അവർ കുറച്ച് അകലെ ഇറങ്ങി സംസാരിച്ചു. അപ്പോൾ ദേവികയ്ക്ക് മുമ്പിൽ ജഗൻ വരുന്നത് കണ്ടു. അവൾ ആകെ പരിഭ്രാന്തിയായി. കാരണം ജഗനുമായിട്ടാണ് അവളുടെ വിവാഹം. അവൾ ഡാനിയോട് വേഗം എവിടെയെങ്കിലും ഒളിക്കാൻ പറഞ്ഞു. ഡാനി കുളത്തിനരികിലുള്ള കുറ്റിക്കാട്ടിൽ ഒളിച്ചു. ഈ വിജനമായ വഴിയിൽ ദേവികയെ കണ്ട ജഗൻ വളരെ ആശ്ചര്യപ്പെടുകയും സംശയിക്കുകയും ചെയ്തു. ദേവിക ഏതെങ്കിലും പയ്യന്റെ കൂടെയാണ് വന്നതെന്ന് വ്യക്തമായിരുന്നു. എന്നാൽ ചുറ്റും നോക്കിയിട്ടും ആരെയും കാണാതായപ്പോൾ അവൻ അവളുടെ ഫോൺ പരിശോധിച്ചു. അതൊരു കീപാഡ് ഫോണായിരുന്നു. അവസാനത്തെ ഡയൽ അവളുടെ കൂട്ടുകാരുടെ നമ്പർ ആയിരുന്നു. അതിനുശേഷം ജഗൻ ദേവികയെ മറ്റു ആൺകുട്ടികളിൽ നിന്ന് അകന്നു നിൽക്കാൻ ഉപദേശിച്ച് ബൈക്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോയി വിട്ടു. പിറ്റേന്ന് ദേവിക ഡാനിയെ കണ്ടപ്പോൾ കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിന് ക്ഷമ ചോദിച്ചു. എന്നാൽ ഡാനി അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദേവിക തന്റെ വിവാഹം ഉറപ്പിച്ച കാര്യം സമ്മതിച്ചു. അതോടൊപ്പം അവൾ അവനോട് പറഞ്ഞു, ഡാനി, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഇത് കേട്ട് ഡാനിയുടെ കണ്ണുകൾ തിളങ്ങി. ശരിക്കും ദേവിക, നിനക്ക് എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ കഴിയുമോ? ദേവിക അതെ എന്ന് പറയുന്നു. അപ്പോൾ ഡാനി ദേവികയോട് ഞെട്ടിക്കുന്ന ഒരു സത്യം പറഞ്ഞു. ദേവിക, നിന്നെ കാണാൻ വന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. നീ പണ്ഡിറ്റ് യോഗി നന്നന്റെ പേരക്കുട്ടിയാണ്. എനിക്ക് നിന്റെ മുത്തശ്ശന്റെ സഹായം വേണം. അദ്ദേഹത്തിന് ആത്മാക്കളെ കാണാൻ കഴിയുമെന്ന് എനിക്കറിയാം. ദേവിക മറുപടി പറഞ്ഞു. അതെ, അദ്ദേഹത്തിന് കാണാൻ കഴിയും. പക്ഷെ അദ്ദേഹം ആ ജോലി പണ്ടേ ഉപേക്ഷിച്ചല്ലോ. എന്റെ മുത്തശ്ശൻ ശരിക്കും വളരെ സവിശേഷനാണ്. അദ്ദേഹത്തെ പോലെ ഒരു ശക്തി ആർക്കുമില്ല. എന്റെ അച്ഛന് പോലും ആ ശക്തി പാരമ്പര്യമായി ലഭിച്ചിട്ടില്ല. അപ്പോൾ ഡാനി പറഞ്ഞു, നിന്റെ അച്ഛൻ ആ ശക്തി കിട്ടിയിട്ടില്ലെങ്കിലും ദേവിക, നിനക്കത് കിട്ടിയിട്ടുണ്ട്. ഇത് പറഞ്ഞ അവൻ റോഡിലെ ട്രക്കിന് മുന്നിൽ നിന്നു. ഡാനി, എനിക്ക് ഇത്തരം തമാശകൾ ഇഷ്ടമല്ല. വേഗം മാറ്, നിനക്ക് മുറിവേൽക്കും. എന്നാൽ ഡാനി അനങ്ങിയില്ല. ട്രക്ക് അവിടെ നിന്ന് കടന്നുപോയി. ശരിക്കും ഡാനിക്ക് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. അതിനുശേഷം അവൻ ദേവികയോട് പറഞ്ഞു, അതേ ദേവിക, ഞാനൊരു ആത്മാവാണ്. നിന്റെ കണ്ണുകൾക്ക് തെറ്റ് പറ്റിയിട്ടില്ല. മറിച്ച് നിനക്ക് ആത്മാക്കളെ കാണാനുള്ള ശക്തിയുണ്ട്. ഈ സത്യം അറിഞ്ഞ ദേവികയ്ക്ക് വലിയ ഞെട്ടലുണ്ടായി. അവൾ ഡാനിയെ ഒരു വഞ്ചകനായ ആത്മാവായി കാണാൻ തുടങ്ങി. അവൾ ഡാനിയോട് പരാതിപ്പെട്ടു. നീ എന്താ നേരത്തെ പറയാതിരുന്നത്? നീ ആത്മാവാണെന്ന്. ഞാൻ നിന്നെ പ്രണയിച്ചു പോയിരുന്നു. അപ്പോൾ ഡാനിയും യാചിക്കാൻ തുടങ്ങി. ദയവായി എന്നെ സഹായിക്കും. എന്റെ കാരണം ഒരു വൃദ്ധയും കുറച്ച് കുട്ടികളും ഭവനരഹിതയായി. ഞാൻ ശരിക്കും നിന്റെ മുത്തശ്ശനോട് സഹായം ചോദിക്കാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തെ ശകാരിച്ചു ഓടിക്കുന്ന നിരവധി ആത്മാക്കൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുന്നു. എന്നെയും പലതവണ ശകാരിച്ചു ഓടിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് നീയാണ് എന്റെ ഏക പ്രതീക്ഷ. ഇതിനുശേഷം ഡാനി ദേവികയെ പിന്തുടരാൻ തുടങ്ങി. അവൾ അവനെ അവഗണിക്കാൻ പരമാവധി ശ്രമിച്ചു. പക്ഷെ ഡാനി വിട്ടുകൊടുത്തില്ല. അവൻ എല്ലായിടത്തും ദേവികയെ പിന്തുടർന്നു. ശബ്ദമുണ്ടാക്കി അവളെ ശല്യപ്പെടുത്തി. അതുമൂലം ദേവികയ്ക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അവൾക്ക് വല്ലാത്ത വിഷമം തോന്നിയപ്പോൾ അവൾ ഇതെല്ലാം രാജിയോട് പറഞ്ഞു. അപ്പോൾ രാജി പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, മുത്തച്ഛൻ വന്നിട്ടുണ്ട്. അദ്ദേഹം വീട്ടിൽ ഹോമം നടത്തുന്നുണ്ട്. 2 മണിക്കൂറിനുള്ളിൽ ഈ വീടിന്റെ പരിസരത്ത് ഒരു പ്രേതവും അലഞ്ഞുതിരികയില്ല. ഇത് കേട്ട് ഡാനിക്ക് ആകെ വശമായി. ഇങ്ങനെ സംഭവിച്ചാൽ ഞാൻ എന്റെ കാര്യം എങ്ങനെ സാധിക്കും? അവൻ ദേവികയോട് പറഞ്ഞു, എനിക്ക് ശരിക്കും നിന്റെ സഹായം വേണം. ഞാൻ ഇനി എന്ത് ചെയ്യും? എനിക്ക് ആ നിസ്സഹായരായ സ്ത്രീയെയും കുട്ടികളെയും സഹായിക്കണം. അവരുടെ സഹായമല്ലാതെ എനിക്ക് മോക്ഷം ലഭിക്കില്ല. അവന് യാചിച്ചുകൊണ്ട് ഇതെല്ലാം പറഞ്ഞപ്പോൾ ദേവികയ്ക്ക് ഡാനിയുടെ വേദന മനസ്സിലായി. പക്ഷെ അപ്പോഴേക്കും വൈകിയിരുന്നു. ദേവികയുടെ മുത്തശ്ശൻ അവളെ ഹോമത്തിലിരിക്കാൻ വിളിച്ചു. അദ്ദേഹം കുടുംബത്തോടൊപ്പം ഹോമം നടത്തി. അതുമൂലം സഹായം പ്രതീക്ഷയെത്തിയ ആത്മാക്കൾ ഒന്നൊന്നായി അപ്രത്യക്ഷയായി. അതിനുശേഷം മുത്തശ്ശൻ ദേവികയുടെ കയ്യിൽ ഒരു ചരട് കെട്ടിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഞാൻ ബദ്രീനാഥിലേക്ക് തീർത്ഥാടനത്തിന് പോവുകയാണ്. ഈ ചരട് നിന്നെ സംരക്ഷിക്കും. ഇതൊരിക്കലും കയ്യിൽ നിന്ന് അഴിക്കരുത്. മുത്തശ്ശൻ യാത്രയായി. എന്നാൽ ദേവിക വളരെ പരിഭ്രാന്തിയായിരുന്നു. അവൾക്ക് ഡാനിയോട് വലിയ സഹതാപം തോന്നി. രാജി അവളുടെ പ്രശ്നം മനസ്സിലാക്കി ചോദിച്ചു, ഡാനി നിന്നോട് എന്ത് പറഞ്ഞിട്ടാ നിനക്ക് അവനെ മറക്കാൻ കഴിയാത്തത്? ദേവിക പറഞ്ഞു, ഹോമത്തിന്റെ ദിവസം അവൻ എന്നോട് അവന്റെ പാസ്റ്റ് ഒക്കെ പറഞ്ഞു. ഇനി നമുക്ക് ഡാനിയുടെ പാസ്റ്റിലേക്ക് പോവാം. ഡാനിയുടെ മാതാപിതാക്കൾ കുട്ടിക്കാലത്തെ മരിച്ചുപോയി. അവനെ വളർത്തിയത് മുത്തശ്ശിയായിരുന്നു. എന്നാൽ കൗമാരപ്രായത്തിൽ മുത്തശ്ശിയും മരിച്ചു. അതോടെ ഡാനി പൂർണ്ണമായും അനാഥനായി. അവൻ ജോലി തേടി ഹൈദരാബാദിലേക്ക് പോയി. അവിടെ വെച്ച് അവൻ ഓർഫന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കി. അവിടെ അവന് ഭക്ഷണമോ ഉറങ്ങാൻ സ്ഥലമോ കിട്ടിയില്ല. ജോലി നൽകാനും ആരും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ കുറച്ചു ദിവസം തുടർന്നു. ഒടുവിൽ ഡാനി ജീവിതം അടുത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചു. അങ്ങനെ ഒരു നിർണായക നിമിഷത്തിൽ ദുർഗ അണ്ണൻ ഡാനിയെ രക്ഷിച്ചു. അവൻ ഡാനിയെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി സ്വന്തം കുടുംബാംഗത്തെ പോലെ വളർത്തി. എന്നാൽ സത്യം അതായിരുന്നില്ല. ദുർഗ അണ്ണൻ ഒരു ഡോൺ ആയിരുന്നു. അവൻ ഡാനിയെ ഒരു ഗുണ്ടയാക്കി മാറ്റി. ദുർഗയുടെ നിർദ്ദേശപ്രകാരം ആരെയും തല്ലാൻ ഡാനി തയ്യാറായിരുന്നു. സമ്പന്നരുമായി ഗുണ്ടായിസം നടത്തുന്നിടത്തോളം കാലം ഡാനിക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. എന്നാൽ 60 വയസ്സുള്ള ഗായത്രി അമ്മയുടെ കാര്യത്തിൽ പ്രശ്നം വഷളായി. ഗായത്രി ഒരു അനാഥാലയം നടത്തുകയായിരുന്നു. അവൾ അനാഥ കുട്ടികളെ മാത്രമല്ല നിസ്സഹായരായ വഴിയാത്രക്കാരെയും സഹായിച്ചിരുന്നു. ഒരു ദിവസം ദുർഗാണ്ണന്റെ കണ്ണ് ആ അനാഥാലയത്തിന്റെ ഭൂമിയിൽ പതിഞ്ഞു. അവൻ ഗുണ്ടകളെ അയച്ച് അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. ഗായത്രി അമ്മയോട് കുട്ടികളുമായി അവിടെ വിട്ട് പോകാൻ പറഞ്ഞു. സഹായിക്കാൻ വന്നവരെയും പോലീസിനെയും ഗുണ്ടകൾ മർദ്ദിച്ചു. പോലീസിന് കൈക്കൂലി കൊടുത്തതിനാൽ ആരും ഗായത്രി അമ്മയെ പിന്തുണച്ചില്ല. ഗായത്രി അമ്മയുടെയും കുട്ടികളുടെയും അവസ്ഥ കണ്ട് ഡാനിയുടെ ഹൃദയം അലിഞ്ഞു തുടങ്ങി. ഈ കുട്ടികളിൽ അവൻ തന്റെ കുട്ടിക്കാലം കണ്ടു. ഡാനി ദുർഗാണ്ണനോട് ഇതേക്കുറിച്ച് സംസാരിച്ചു. പക്ഷെ അയാൾക്ക് ആ സ്ഥലം എന്തു വില കൊടുത്തും വേണമായിരുന്നു. അപ്പോൾ ഡാനി അജയുമായി സംസാരിച്ചു. അജയ് ഒരു ആശയം നൽകി. നമുക്ക് ആദ്യം ഗായത്രി അമ്മയോട് പേപ്പറുകളിൽ ഒപ്പുവെച്ച് ആ ഭൂമി അളിയന് വാങ്ങിക്കൊടുക്കാം. എന്നിട്ട് ഞാൻ എന്റെ സഹോദരിയോട് സംസാരിച്ച് ആ ഭൂമി ഗായത്രി അമ്മയ്ക്ക് തിരികെ നൽകാം. അതോടെ അളിയന്റെ ഈഗോയ്ക്ക് മുറിവ് ഏൽക്കുകയുമില്ല, നിന്റെ മനസ്സിന് സമാധാനം കിട്ടും. ഡാൻ ഈ കാര്യങ്ങളെല്ലാം ഗായത്രി അമ്മയോട് പറയുകയും ഉടൻ തന്നെ ഈ ഭൂമി തിരികെ നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഗായത്രി അമ്മ ഡാനിയെ വിശ്വസിച്ച് പേപ്പറുകളിൽ ഒപ്പിട്ടു. സീൻ വീണ്ടും പ്രസന്റിലേക്ക് മാറുന്നു. ദേവിക ഡാനിയെ കുറിച്ച് രാജിയോട് പറയുകയാണ്. അതിനുശേഷം അവൾ കയ്യിൽ കെട്ടിയ ചരടും ഏലസും വലിച്ചെറിയുന്നു. കാരണം അവൾക്ക് ഇപ്പോൾ ഡാനിയെ സഹായിക്കണമെന്ന് തോന്നുന്നു. എന്നാൽ ചരടും ഏലസും അഴിച്ചിട്ടും ദേവികയ്ക്ക് ഡാനിയെ കാണാൻ കഴിയുന്നില്ല. അവൾ ഡാനിയെ കണ്ടുമുട്ടിയ സ്ഥലങ്ങളിലെല്ലാം അവനെ തേടി പോകുന്നു. പക്ഷെ ഒരു പ്രയോജനവും ഇല്ല. അപ്പോൾ അവൾ സ്കൂളിലെ ക്ലാസ് മുറിയിൽ കുട്ടികളോടൊപ്പം ഡാനിയുടെ അമ്മ പാടിയിരുന്ന അതേ പാട്ട് പാടുന്നു. അതോടെ ഡാനിയുടെ ആത്മാവ് അവിടെ പ്രത്യക്ഷപ്പെട്ട് കൈകൂപ്പി നന്ദി പറയുന്നു. ഇതിനുശേഷം ദേവിക രാജിയോടൊപ്പം കുളക്കരയിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് ഡാനിയോട് പറയുന്നു, നിനക്കെന്നെ സഹായിക്കണമെങ്കിൽ എന്റെ കൂടെ ഹൈദരാബാദിലേക്ക് വരണം. ഇത് കേട്ട ദേവിക അസ്വസ്ഥയാവുന്നു. കാരണം അവൾ ഇന്നേ വരെ ഈ വീടിന്റെ 25 കിലോമീറ്റർ ചുറ്റളവിന് പുറത്തേക്കേ പോയിട്ടില്ല. പിന്നെ എങ്ങനെ ഹൈദരാബാദിലേക്ക് പോകും? കുറച്ചു നേരം ആലോചിച്ചപ്പോൾ അവൾക്ക് ഓർമ്മ വന്നു. അവളുടെ വിദ്യാർത്ഥിനിയായ പിങ്കിക്ക് ഇന്ത്യൻ ഐഡലിന്റെ ഓഡീഷനായി ഹൈദരാബാദിലേക്ക് പോകണം. ഞാൻ പിങ്കിയുടെ കൂടെ പോയാലോ? എന്നാൽ അതിനായി ആദ്യം പിങ്കിയുടെ കുടുംബമായി സംസാരിക്കണം. അതുകൊണ്ട് അവൾ ഉടൻ തന്നെ രാജിയോടൊപ്പം പിങ്കിയുടെ വീട്ടിലേക്ക് പോകുന്നു. വാതിൽ തുറക്കുന്നത് പിങ്കിയുടെ അമ്മാവൻ സഞ്ജു ആണ്. അവൻ കുളി കഴിഞ്ഞിറങ്ങിയതേ ഉള്ളൂ. അതിനാൽ അർദ്ധനഗ്നനായിരുന്നു. ദേവികയെ കണ്ട് സഞ്ജു ലജ്ജിച്ചു. വേഗം വസ്ത്രം ധരിച്ച് അവളെ അകത്തേക്ക് ക്ഷണിച്ചു. സഞ്ജുവിന് ദേവികയെ ഇഷ്ടമായെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ്. അവൻ ദേവികയോട് പറയുന്നു, ഞാൻ പിങ്കിയെ സ്കൂളിൽ കൊണ്ടുവിടുമ്പോൾ എപ്പോഴും നിങ്ങളെ ശ്രദ്ധിക്കുമായിരുന്നു. നിങ്ങൾ പിങ്കിയുടെ ഫേവറേറ്റ് ടീച്ചറാണ്. ദേവിക പറയുന്നു, അതെ, പിങ്കിയും എന്റെ ഫേവറേറ്റ് വിദ്യാർത്ഥിനിയാണ്. അതുകൊണ്ടാണ് അവളെ പ്രോത്സാഹിപ്പിക്കാൻ ഹൈദരാബാദിലേക്ക് പിങ്കിയുടെ കൂടെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ എന്റെ മാതാപിതാക്കൾ എളുപ്പത്തിൽ സമ്മതിക്കില്ല. സഞ്ജുവും റെയിൽവേയിലാണ് ജോലി ചെയ്യുന്നത്. ദേവികയുടെ അച്ഛനും അതുപോലെ തന്നെ. സഞ്ജു ദേവികയുടെ അച്ഛനോട് യാചിക്കുന്നു. പക്ഷെ നന്ദൻ സമ്മതിക്കുന്നില്ല. ദേവികയുടെ വിവാഹം ഉടൻ നടക്കാനിരിക്കുകയാണ്. അവളെ നഗരത്തിലേക്ക് അയക്കുന്നത് ശരിയല്ല. ഇത് കേട്ട് ദേവികയ്ക്ക് ദേഷ്യം വരുന്നു. ഞാൻ എപ്പോഴും മാതാപിതാക്കളെ അനുസരിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഇന്ന് എന്റെ ആഗ്രഹത്തിന്റെ കാര്യം വന്നപ്പോൾ അവർ നിരസിച്ചു. ദേഷ്യത്തിൽ ദേവിക വീട്ടിൽ ആരോടും പറയാതെ സഞ്ജുവിനും പിങ്കിക്കുമൊപ്പം ഹൈദരാബാദിലേക്ക് ഒളിച്ചോടുന്നു. അതെ, ഡാനിയും അവരുടെ കൂടെയുണ്ട്. പക്ഷെ ദേവികയ്ക്കല്ലാതെ മറ്റാർക്കും അവനെ കാണാൻ കഴിയില്ല. അങ്ങനെ ഈ 3 പേരും ഒരു ആത്മാവും സഞ്ജുവിന്റെ ചെറിയ കാറിൽ ഹൈദരാബാദിലേക്ക് പോകുന്നു. അവർ പാതി വഴിയിലെത്തിയപ്പോൾ ജഗൻ നന്ദനെ വിളിച്ചു പറയുന്നു,
ഞാൻ അരമണിക്കൂറിനകം നിങ്ങളുടെ വീട്ടിലെത്തും. ഇന്ന് എനിക്ക് ദേവികയുമായി പ്രീ വെഡിങ് ഷൂട്ട് നടത്തണം. അവളോട് തയ്യാറായിരിക്കാൻ പറയും. നന്ദൻ ഈ കാര്യം രാജിയോട് പറഞ്ഞപ്പോൾ അവൾ ഭയത്തോടെ ദേവികയുടെ മുറിയിൽ പോയി അവിടെ നിന്ന് ദേവികയുടെ കത്ത് കൊണ്ടുവന്ന് നന്ദൻ നൽകുന്നു. അതിൽ ദേവിക എഴുതിയിരുന്നു: ഞാൻ ഒളിച്ചോടുകയല്ല, 4 ദിവസത്തിനകം വീട്ടിൽ തിരിച്ചെത്തും. ഇത് കണ്ട് നന്ദൻ ആകെ വിഷമത്തിലായി. അരമണിക്കൂറിനകം ജഗൻ വീട്ടിലെത്തിയാൽ ഞാൻ എന്ത് മറുപടി പറയും? അപ്പോൾ ദേവികയുടെ അമ്മ ബോധരഹിതയായി അഭിനയിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരുടെയും ശ്രദ്ധ അവളിലേക്ക് തിരിഞ്ഞു. ആരും ദേവികയെ തിരികെ കൊണ്ടുവരാൻ പോയില്ല. അരമണിക്കൂറിന് ശേഷം ജഗൻ വീട്ടിലെത്തിയപ്പോൾ നന്ദന് മനസ്സില്ലാ മനസ്സോടെ കള്ളം പറയേണ്ടി വന്നു. ഇന്ന് ശനിയാഴ്ചയാണ്. എല്ലാ ശനിയാഴ്ചയും ദേവിക ഗ്രാമത്തിനു പുറത്തുള്ള ശനിക്ഷേത്രത്തിൽ ആരാധനയ്ക്ക് പോകാറുണ്ട്. എന്നിട്ട് അമ്മായിയുടെ കൂടെ വീട്ടിലേക്കും പോകും. അതുകൊണ്ട് അവൾ 1-2 ദിവസത്തിന് ശേഷമേ തിരിച്ചു വരും. ഇത് കേട്ട് ജഗൻ വീട്ടിൽ അല്പം ബഹളം ഉണ്ടാക്കിയെങ്കിലും പിന്നീട് അവൻ പോയി. രാജി ഈ വിവരങ്ങളെല്ലാം സഞ്ജുവിന്റെ ഫോണിൽ വിളിച്ച് ദേവികയോട് പറഞ്ഞു. രാജി ദേവികയുടെ കൂട്ടുകാരി മാത്രമല്ല, അവളുടെ കസിൻ കൂടിയാണ്. വീട്ടുകാർ വീണ്ടും വീണ്ടും വിളിച്ച് തിരികെ വരാൻ പറയരുതെന്ന് കരുതി ദേവിക മനഃപൂർവ്വം തന്റെ ഫോൺ വീട്ടിൽ വെച്ചിട്ടാണ് പോയത്. രാത്രിയോടെ ദേവിക സഞ്ജുവിനും പിങ്കിക്കുമൊപ്പം അവരുടെ ഒരു പരിചയക്കാരന്റെ വീട്ടിലെത്തി. വഴിയിൽ വെച്ച് സംസാരിച്ചപ്പോൾ സഞ്ജു വളരെ നല്ല പയ്യനാണെന്നും അവൻ ദേവികയോട് വളരെ നന്നായി പെരുമാറുന്നുണ്ടെന്നും അവൾക്ക് മനസ്സിലായി. ഇത് ഡാനിക്ക് അല്പം അസൂയ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവൻ ചിന്തിച്ചു, ഞാൻ എന്തായാലും മരിച്ചവനാണ്, ദേവികയും സഞ്ജുവും ഒന്നിക്കുന്നതാണ് നല്ലത്. രാത്രി ദേവിക ഉറങ്ങുമ്പോൾ ഭയാനകമായ ഒരു സ്വപ്നം കണ്ടു. ദുർഗാണ്ണൻ ഇഷ്ടിക കൊണ്ട് ദേവികയുടെ തലക്കടിച്ച് പൊട്ടിക്കുന്നു. അതോടെ ദേവിക ഭയം എഴുന്നേറ്റു. അവൾ ഡാനിയോട് സംസാരിച്ചപ്പോൾ ഗായത്രി അമ്മയുടെ ഒപ്പ് വഞ്ചനയിലൂടെ വാങ്ങിയ പേപ്പർ കണ്ടെത്തണമെന്ന് അവരൊരു പദ്ധതിയിട്ടു. സീൻ പാസ്റ്റിലേക്ക് മാറുന്നു. ദുർഗ 45 കോടി രൂപ വിലമതിക്കുന്ന സ്വത്ത് 5 കോടിക്ക് ഗായത്രി അമ്മയിൽ നിന്ന് വാങ്ങുന്നു. എന്നിട്ടും അവന്റെ ഭാര്യ സന്തോഷവതിയല്ലായിരുന്നു. ദുർഗ അജയെ വിളിച്ച് എല്ലാം പറഞ്ഞു. അജയ് ആ പണം ഗായത്രി അമ്മയ്ക്ക് നൽകാൻ ഡാനിയോടൊപ്പം പോകുമ്പോൾ വിജനമായ ഒരു ക്ഷേത്രത്തിനടുത്ത് കാർ നിർത്തി പറഞ്ഞു, ഈ 5 കോടിയിൽ നിന്ന് നിനക്ക് വേണ്ടത്ര പണം എടുത്തോ, പക്ഷെ ഗായത്രി അമ്മയെ സഹായിക്കാനുള്ള ഉദ്ദേശം നിന്റെ മനസ്സിൽ നിന്ന് കളഞ്ഞു. എന്നാൽ ഡാനി അവനെ കേട്ടില്ല. അവർ തമ്മിൽ വഴക്കായി. ഡാനി വാക്കുകൾ കൊണ്ടാണ് പോരാടിയതെങ്കിൽ അജയ് കത്തിയെടുത്ത് ഡാനിയുടെ വയറ്റിൽ കുത്തി. അതിനുശേഷം അവൻ ഡാനിയുടെ തല കല്ലിലിടിച്ച് കൊന്നു. ഈ ക്ഷേത്രം ശിവന്റേതായിരുന്നുവെന്നും ബലി നൽകുന്ന സ്ഥലത്താണ് ഡാനിക്ക് ജീവൻ നഷ്ടപ്പെട്ടതെന്നും അവർ ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഗായത്രി അമ്മയെ സഹായിക്കാനുള്ള ഡാനിയുടെ ആഗ്രഹം സഫലമാകാതെ പോയി. അതുകൊണ്ടാണ് അവന്റെ ആത്മാവിന് ശാന്തി ലഭിക്കാതിരുന്നത്. ഇതിനെല്ലാം പുറമെ അജയ് തന്റെ സഹോദരിയോടും അളിയനോടും പോയി പറഞ്ഞു. ഡാനി പണവുമായി ഓടിപ്പോയി. എന്നാൽ യഥാർത്ഥത്തിൽ അജയ് ആ പണം സ്വന്തമാക്കി. പ്രസന്റിൽ പകൽ സമയത്ത് ദേവിക പിങ്കിയുടെ ഓഡിഷന് പോവുകയും രാത്രിയിൽ ദുർഗയുടെ ഫാം ഹൗസിലേക്ക് പോവുകയും ചെയ്യുന്നു. എന്നാൽ ആ സമയത്ത് ദുർഗയുടെ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. ദുർഗയുടെ ഭാര്യയുടെ നിർബന്ധപ്രകാരം അജയെ മർദ്ദിക്കുന്നത് നിർത്തിയിരുന്നു. അജയ് തന്റെ ഒരു കൂട്ടുകാരനുമായി മദ്യപിക്കുകയായിരുന്നു. ആ മനുഷ്യൻ ഡാനിയെ പുകഴ്ത്തി. അവൻ 5 കോടി രൂപയുമായി അപ്രത്യക്ഷനായി. അവൻ സുഖമായി ജീവിക്കുകയായിരിക്കും. അഹങ്കാരത്തോടെ അജയ് പറഞ്ഞു, നീ അവനിൽ നിന്നല്ല എന്നിൽ നിന്ന് പഠിക്കണം. എന്നിട്ട് അവൻ തന്റെ എല്ലാ രഹസ്യങ്ങളും ആ മനുഷ്യനോട് പറഞ്ഞു. അവന്റെ സഹോദരി ഇത് കേട്ട് ദേഷ്യത്തിൽ അവനെ കത്തി കൊണ്ട് കുത്തിയിട്ട് ചോദിച്ചു, എന്റെ ഭർത്താവിനെ ചതിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ജീവനിൽ കൊതി വന്നപ്പോൾ ഫാം ഹൗസിലെ ഒരു മരത്തിനടിയിലാണ് പണം ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് അജയ് പറഞ്ഞു. അതിനുശേഷം അജയെ മർദ്ദിച്ച് അവിടേക്ക് കൊണ്ടുപോയി. എന്നാൽ അപ്പോഴേക്കും ദേവികയും സഞ്ജുവും ഡാനിയുടെ സഹായത്തോടെ അവിടെ നിന്ന് പണം എടുത്തിരുന്നു. നിർഭാഗ്യവശാൽ അവൻ അപ്പോഴും ഫാം ഹൗസിലെ തോട്ടത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അവന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. എന്നാൽ ദുർഗയ്ക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. അവൻ ദേഷ്യത്തിൽ അജയെ മർദ്ദിച്ച് പണം എവിടെയാണെന്ന് ചോദിച്ചു. ദേവികയ്ക്ക് അവസരം കിട്ടിയ ഉടൻ അവിടെ നിന്ന് ഓടി പിങ്കിയുടെ ബന്ധുവിന്റെ വീട്ടിലെത്തി. പിറ്റേന്ന് ഡാനി ദേവികയെ ദുർഗയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി പറഞ്ഞു, പേപ്പറുകൾ ഇവിടെ ഒളിപ്പിച്ചിരിക്കണം, നമുക്ക് ആ പേപ്പറുകൾ കത്തിക്കണം. ദേവിക ദുർഗയെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ സ്വപ്നത്തിൽ തന്നെ കൊല്ലുന്നത് അവനാണെന്ന് അവൾക്ക് ഓർമ്മ വന്നു. ഇതിനുശേഷം ഡാനി ദേവികയെ കൊണ്ട് ചില വരികൾ എഴുതിപ്പിച്ചു. കനത്ത ശബ്ദത്തിൽ സഞ്ജുവിനെ വിളിച്ച് ദുർഗയുടെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി പണം മോഷ്ടിച്ചു, പേപ്പറുകളും മോഷ്ടിച്ചിട്ടുണ്ട്. ഇത് കേട്ട ദുർഗയുടെ ഭാര്യ തന്റെ ലോക്കറിൽ പോയി പേപ്പറുകൾ പരിശോധിച്ചു. എന്നാൽ ഡാനിയുടെ ആത്മാവ് അവളെ പിന്തുടർന്ന് ലോക്കർ റൂമിൽ എത്തിയിരുന്നുവെന്നും പേപ്പറുകൾ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് കണ്ടിരുന്നുവെന്നും അവൾക്ക് അറിയില്ലായിരുന്നു. അവൻ പോയി ദേവികയോട് എല്ലാം പറഞ്ഞു. അതിനുശേഷം ഡാനി ദേവികയെ രഹസ്യമായി എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് ലോക്കർ റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ ലോക്കറിന്റെ കോഡ് അവൻ നേരത്തെ കണ്ടിരുന്നു. അവൻ കോഡ് ദേവികയ്ക്ക് പറഞ്ഞു കൊടുത്ത് ലോക്കർ തുറപ്പിച്ചു. ദേവികയുടെ കയ്യിൽ പേപ്പറുകൾ കിട്ടി. എന്നാൽ അപ്പോൾ ദുർഗയുടെ ഒരാൾ അവിടെ എത്തി ലോക്കർ തുറന്നുകൊണ്ട് നിലവിളിച്ചു, ചേച്ചി ലോക്കർ തുറന്നിരിക്കുന്നു. അതോടെ ദുർഗയുടെ ഭാര്യ വീട്ടിലുള്ള ഗുണ്ടകളോട് വീട് മുഴുവൻ തിരയാനും കള്ളനെ പിടിക്കാനും പറഞ്ഞു. ദേവിക വീടിന് പുറത്തെത്താൻ ശ്രമിച്ചെങ്കിലും മുന്നിൽ ദുർഗയെ കണ്ടു. അവൾക്ക് സ്വപ്നം ഓർമ്മ വന്നു. ദുർഗ ഒരു ഇഷ്ടിക എടുത്ത് ദേവികയുടെ തലക്കടിക്കാൻ ശ്രമിച്ചപ്പോൾ ദേവിക കുനിഞ്ഞ് സ്വയം രക്ഷിച്ചു. മറ്റൊരു ഇഷ്ടിക എടുത്ത് ദുർഗയുടെ തലക്കടിച്ചു. പിന്നിൽ നിന്ന് ദുർഗയുടെ ഭാര്യ തോക്കെടുത്ത് അവളെ വെടിവെക്കാൻ ഒരുങ്ങിയപ്പോൾ ഡാനി ദേവികയ്ക്ക് മുന്നറിയിപ്പ് നൽകി. വേഗം പേപ്പറുകളുമായി ഓടാൻ പറഞ്ഞു. എന്നാൽ നിരവധി ഗുണ്ടകൾ ദേവികയെ പിന്തുടർന്നു. പക്ഷേ ഡാനിയുടെയും സഞ്ജുവിന്റെയും സഹായത്തോടെ അവൾക്ക് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞു. അവർ 3 പേരും നേരെ ഒരു സർക്കാർ ആശുപത്രിയിലേക്ക് പോയി. അവിടെ ഗായത്രി അമ്മയെ പ്രവേശിപ്പിച്ചിരുന്നു. ഗുണ്ടകൾ അവളെ ഒരുപാട് മർദ്ദിച്ചിരുന്നു. ദേവിക അവരുടെ വീടിന്റെ കൈമാറ്റ പേപ്പറുകൾ അവർക്ക് തിരികെ നൽകി. അത് ഗായത്രി അമ്മ ഉടൻ തന്നെ കീറിക്കളഞ്ഞു. ഇതിനുശേഷം ദേവിക മാധ്യമ പ്രവർത്തകരെ ഗായത്രി അമ്മയുടെ വീടിന് പുറത്തേക്ക് അയച്ചു. പിങ്കിയുടെ ബന്ധു ഒരു റിപ്പോർട്ടർ ആയിരുന്നു.
സ്ത്രീ സുരക്ഷയ്ക്കായി പ്രവർത്തിക്കുന്ന ലീലാവതിക്കൊപ്പം ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകരുമായി അയാൾ ഗായത്രി അമ്മയുടെ അനാഥാലയത്തിലെത്തി ദുർഗ അനധികൃതമായി സ്ഥലം കയ്യേറിയെന്ന് ആരോപിച്ചു. ഇതെല്ലാം അറിഞ്ഞ ദുർഗയുടെ ഭാര്യയ്ക്ക് ദേഷ്യം വന്നു. അവൾ തന്റെ സഹോദരനെ കുറ്റപ്പെടുത്തി. കാരണം അവൻ കാര്യം ശരിയായി കൈകാര്യം ചെയ്തില്ല. അവന്റെ അത്യാഗ്രഹം ഇതിലേക്ക് കൊണ്ടുവന്നു. ഡാനിയെയും ദുർഗയെയും ചതിച്ചു. ഇതെല്ലാം ചിന്തിച്ച് ദുർഗയുടെ ഭാര്യ സ്വന്തം സഹോദരനെ വെടിവെച്ചു കൊന്ന് മേൽക്കൂരയിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടു. എന്നിട്ട് അവനെ ചാരമാക്കാൻ ഗുണ്ടകളോട് പറഞ്ഞു. ലീലാവതി തന്റെ NGO പ്രവർത്തകരുമായി ദുർഗയുടെ വീട്ടിലെത്തി. അവർ വീടിന് കല്ലെറിഞ്ഞു. ഗായത്രി അമ്മയ്ക്ക് തന്റെ പണവും ഭൂമിയും തിരികെ ലഭിച്ചു. ഡാനിയുടെ ആത്മാവിന് ശാന്തി ലഭിച്ചു. പിറ്റേന്ന് പിങ്കിയുടെ അടുത്ത റൗണ്ട് ഓഡിഷൻ ആയിരുന്നു. അവൾ ഡാനിയുടെ അമ്മ പാടിയിരുന്ന അതേ പാട്ട് പാടി. ഇത് കേട്ട് ഡാനി തിരിച്ചു വരുമെന്ന് ദേവികയ്ക്ക് തോന്നി. അവൾ ഓഡിറ്റോറിയത്തിന് പുറത്തേക്ക് വന്നു. പുറത്ത് ശക്തമായ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അവൾക്ക് ഡാനിയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടു. പക്ഷെ അവനെ കാണാൻ കഴിഞ്ഞില്ല. അതോടെ ദേവിക കരയാൻ തുടങ്ങി. മനസ്സിൽ ചിന്തിച്ചു, എന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു മാന്ത്രികത ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. പക്ഷെ തങ്ങളിൽ തന്നെ വിശ്വസിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അവരുടെ ജീവിതം മാറ്റിമറിക്കുന്ന ചില മാന്ത്രികതകൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ ജഗൻ ദേവികയുടെ മാതാപിതാക്കളോടും രാജിയോടുമൊപ്പം അവിടെ എത്തി ദേവികയോട് വളരെ മോശമായി സംസാരിക്കുന്നു. ഇങ്ങനെയാണ് നിങ്ങൾ മകളെ വളർത്തുന്നത്? വീട്ടിൽ ആരോടും പറയാതെ ഒളിച്ചോടുന്നു. കല്യാണത്തിന് മുമ്പ് ഇതാണ് സ്വഭാവമെങ്കിൽ കല്യാണത്തിന് ശേഷം എന്തായിരിക്കും? അപ്പൊ ദേവിക പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ജഗൻ. എനിക്ക് വേണമെങ്കിൽ എന്തും ചെയ്യാൻ കഴിയും. എന്റെ കഴിവുകളെ കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, എന്ത് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ. എനിക്ക് നിങ്ങളെ എന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഒരു സാഹചര്യത്തിലും താല്പര്യമില്ല. അമ്മേ, അച്ഛാ, ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കില്ലെന്നോ എനിക്ക് ആരുമായും പ്രണയമുണ്ടെന്നോ അല്ല. പക്ഷെ എനിക്ക് കുറച്ച് സമയം വേണം. ഞാൻ ഒരിക്കലും ഇയാളെ വിവാഹം കഴിക്കില്ല. ജഗൻ ഈ കാര്യങ്ങളെല്ലാം അച്ഛനോട് ഫോണിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം ദേഷ്യത്തിൽ പറഞ്ഞു, നിനക്കൊരു പെണ്ണിനെ കൈകാര്യം ചെയ്യാൻ അറിയില്ലേ? നീ അവളുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞതല്ലേ? അവൾ നിന്റെ പകുതി ഭാര്യയായി. അച്ഛന്റെ വാക്കുകൾ കേട്ട് അവൻ ആവശ്യത്തിലായി ദേവികയെ അടിക്കാൻ പോയപ്പോൾ അവന് ശക്തമായ ഒരു അടി കിട്ടി. അത് PT സാർ എറിഞ്ഞതായിരുന്നു. ദേവികയുടെ സുഹൃത്തുക്കൾ പിങ്കിയെ പിന്തുണയ്ക്കാനും ദേവികയെ ജഗനിൽ നിന്ന് രക്ഷിക്കാനും അവിടെ എത്തിയിരുന്നു. ദേവിക തന്റെ വിവാഹ നിശ്ചയ മോതിരം ഊരി ജഗന്റെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളെപ്പോലെ ഒരു പരുക്കനെ വിവാഹം കഴിക്കുന്നത് എന്റെ ചെരുപ്പിന് തുല്യമാണ്. ഇതിനുശേഷം ദേവികയും അവളുടെ കുടുംബവും ഗ്രാമത്തിലേക്ക് മടങ്ങി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ദേവികയുടെ മുത്തശ്ശനും യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി. ദേവികയുടെ പ്രത്യേക ശക്തികളെ കുറിച്ച് അദ്ദേഹവും അറിഞ്ഞു. ദേവിക വിവാഹം മുടക്കിയത് ദൈവഹിതമായി അദ്ദേഹം അംഗീകരിച്ചു. ജഗൻ ഇപ്പോഴും ദേവികയെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. ദുർഗയ്ക്കും ഭാര്യയ്ക്കും ദേവികയെ കൊല്ലാനും. എന്നാൽ അവർ അവളെ ഹൈദരാബാദിൽ തിരയുമ്പോൾ ദേവിക ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തിയിരുന്നു. ഒരു മഴയുള്ള ദിവസം സഞ്ജു ഡാനിയുടെ ശൈലിയിൽ പിന്നിൽ നിന്ന് ദേവികയെ വിളിച്ചു. അവൻ അവളോട് കോഫിക്ക് പോകാൻ ചോദിച്ചു. ദേവിക ആദ്യം ഒന്ന് നാണിച്ചു. ഇതോടെ ഈ മനോഹരമായ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. കഥ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? കഥ എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഇനി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തണേ. എന്നാലാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അരികിലേക്ക് ഉടൻ തന്നെ എത്തുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടി ഒന്ന് ചെയ്തേക്കണേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.